everyone, it's me Sabita Charles from Putturans. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കാന്തയിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. കാംബ്രിക്കിൽ തന്നെ കാന്തയിലുള്ളതാണ്. കാംബ്രിക് എന്ന് പറയുമ്പോൾ 60s by 60s ആയിട്ടുള്ള കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. അതിനകത്ത് വന്നിട്ടുള്ള കാന്തയിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. കുറച്ചൊക്കെ ഒരു അജ്രക് ഡിസൈൻ ഉള്ളതുണ്ട്. ഡിഫറെന്റ് കളേഴ്സ് ആണ്, ഡിഫറെന്റ് പ്രിന്റ്സ് ആണ്. നമ്മൾ നോർമലി കൊണ്ടുവരുമ്പോൾ ഒരു പ്രിന്റിന്റെ ഡിഫറെന്റ് കളേഴ്സ് അല്ലെങ്കിൽ ഒരു കളറിന്റെ ഡിഫറെന്റ് പ്രിന്റ്സ് ഒക്കെയാണ് കൊണ്ടുവരാറുള്ളത്. ഇന്ന് ഞാനത് മിക്സ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഡിഫറെന്റ് പ്രിന്റ്സും ഡിഫറെന്റ് കളേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാന്ത ലവേഴ്സിനൊക്കെ നല്ലൊരു ചോയ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോനകത്ത് വരുന്നത്. പ്രൈസ് 119 രൂപ പെർ മീറ്റർ ആണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. ഓരോന്നും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബ്രൗൺ ആണ്, ഒരു കോഫി ബ്രൗൺ എന്ന് പറയാം, ആ ഒരു ഷെയ്ഡിലാണ്. ഇതൊരു അജ്രക് ഡിസൈനിലാണ് ഇതിനകത്തുള്ള ഡിസൈൻസ് പോകുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഇതിനകത്ത് പോയിട്ടുള്ള പ്രിന്റ് എന്ന് പറയുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ, ഡാർക്ക് ആയിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോയും ഒരു ഗ്രീനും കൂടെയുള്ള ഒരു കളറിലാണ് ഇതിന്റെ പ്രിന്റ് പോയിട്ടുള്ളത്. കാന്തയുടെ കളർ ക്രീം കളറിലുള്ള ത്രെഡാണ് കേട്ടോ. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻ വരുന്നത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോസിനകത്തൊക്കെ ഒത്തിരി ഈ ടൈപ്പ് കാന്തയും അജ്രക്കൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് കാണുന്നത് ഒരു ജാലി ടൈപ്പ് പ്രിന്റ് ആണ്. ഫ്ലവേഴ്സിന്റെയും ലീവ്സിന്റെ ഒക്കെ പ്രിന്റ് തന്നെയാണ്. അങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന പോലത്തെ പ്രിന്റിനാണ് ജാലി ടൈപ്പ് പ്രിന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വന്നിട്ടുള്ളത് ഒരു പീച്ച് കളറും ബ്ലൂ കളറും ഒക്കെ ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ. പീച്ചാണ് ബേസ് കളർ പോകുന്നത്. ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. ഇതിനൊന്നും ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ത്രെഡ് പോയിട്ടുള്ളത് കാന്തയായിട്ടുള്ള ത്രെഡ് ക്രീം കളറിലാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രേ കളറിലാണ്. ഒത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ ആണ്, ഡാർക്ക് ഗ്രേ അല്ല. അതിനകത്ത് ബൂട്ട ടൈപ്പിലുള്ള പ്രിന്റ് ആണ് പോകുന്നത്. ഫ്ലവേഴ്സും ലീവ്സും ആയിട്ടുള്ള ചെറിയ ബൂട്ട പോലെയാണ് ഇതിനകത്തുള്ള പ്രിന്റ് പോകുന്നത്. സോഫ്റ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഇങ്ങനെയായിരിക്കും ഈ ഒരു കളർ. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളറാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു മങ്ങിയ കളർ അല്ലെങ്കിൽ ലൈറ്റർ ടോൺ ആണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കളർ തന്നെ. ഇതിന്റെ വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുന്ന ബോർഡർ പോകുന്നുണ്ട്. അതൊരു പിങ്ക് ബേസിലാണ് ആ ബോർഡർ പോയിട്ടുള്ളത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള പിക്ചറൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആദ്യം കണ്ട ആ ഒരു കളറിന്റെ വേറൊരു ഡിസൈൻ ആണ് കേട്ടോ. ഇത് വന്നിട്ടുള്ളതും ഒരു സ്പ്രെഡായി കിടക്കുന്ന പോലെ ഒരു ജാലി ടൈപ്പ് പ്രിന്റ് ആണ്. ബൂട്ട പോലെയല്ല, കുറച്ച് സ്പ്രെഡ് ആയിട്ടുള്ള പ്രിന്റുകൾ തന്നെയാണ് ഇതിനകത്തൊക്കെ പോകുന്നത്. 60s by 60s ആയിട്ടുള്ള കാംബ്രിക് കോട്ടൺ ആണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. കാന്ത പോയിട്ടുള്ളത് ഓഫ് വൈറ്റ് കളറിൽ തന്നെയാണ്. നിങ്ങൾ ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ എല്ലാം കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രൈസ് 119 പെർ മീറ്ററിലാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ, കുറച്ച് ഡാർക്കാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഇത്. എല്ലാത്തിനകത്തെയും കാന്തയുടെ കളർ ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ കളർ നമുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കളർ തന്നെ, കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. ഇതിന്റെ വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോകുന്നുണ്ട്. 119 തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് കാണുന്നത് ഒരു നേവി ബ്ലൂ കളറിലാണ്. ഇതിനകത്ത് പോയിട്ടുള്ള പ്രിന്റും ബൂട്ടയായിട്ട് തന്നെയാണ്. ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഈ പ്ലാന്റിന്റെ ഒരു പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ എങ്ങനെയാ വരിക, ചെടിയും രണ്ട് ഇലയും, അങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് പോകുന്നത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു ഇന്നിപ്പോ നമ്മൾ കാണിച്ച ആ ഒരു ഡിസൈൻ കുറെ അധികം നമ്മുടെ കയ്യിൽ ഒരുപാട് പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി കാണാം. എല്ലാം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് വേറെ അധികം തന്നെ വെയർ ചെയ്യാതിരുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ വെയർ ചെയ്തിരിക്കുന്നതും കാന്തയിലുള്ള ഒരു റണ്ണിങ് ഫാബ്രിക്കിന്റെ ഡ്രസ്സ് തന്നെയാണ്. നമ്മുടെ റീസെന്റ് നമ്മൾ ഔട്ടായിരുന്ന വീഡിയോയിനകത്ത് നമ്മളിത് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ്. പ്രിന്റ് നമ്മൾ ആദ്യം കണ്ട നേവി ബ്ലൂ കുറച്ച് ലൈറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കാണ്. രണ്ടിനകത്തും പ്രിന്റ് പോയിട്ടുള്ളത് പിങ്ക് കളറിലാണ് കേട്ടോ. ഇതിനകത്ത് പ്രിന്റ് പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സും ബ്ലൂ കളറിലുള്ള ലീവ്സും ആണ്. ആദ്യം കണ്ടതിൽ യെല്ലോ കളറിലും ഗ്രീൻ കളറിലുമുള്ള ലീവ്സും കണ്ടുവെക്കുകയായിരുന്നു. അപ്പൊ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് എന്താ പറയുക പ്രിന്റ് ആണ്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻ പോകുന്നത്. നമ്മൾ ഇന്ന് കണ്ടതിൽ കുറെ ഡാർക്ക് കളേഴ്സ് ആയി തന്നെയായിരുന്നു അധികവും ഞാൻ കാണിച്ചത്. അതും കാന്തയിലുള്ളതാണ്. ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാംബ്രിക്കിൽ തന്നെ കാന്തയിലുള്ള ഈ റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഒത്തിരി ആളുകൾ ഇത് റീസ്റ്റോക്ക് ചെയ്യാനൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇപ്പൊ ലാസ്റ്റ് കണ്ടതിന്റെയും വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടെ പോകുന്നുണ്ട് കേട്ടോ. പിങ്ക് കളറിലുള്ളതാണ്. അപ്പൊ അതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ സ്ലീവിന്റെ എൻഡിലോ സ്ലിറ്റിന്റെ സൈഡിലൊക്കെ
നമുക്ക് വെച്ച് വെയർ ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനർ കുർത്തിയൊക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്യാവുന്നതാണ്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. സമ്മർ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ വെയർ ചെയ്ത് പോകാവുന്നതാണ്. ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫാബ്രിക് ആണ്. ഇതെല്ലാം ഷോപ്പിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. അതുപോലെ ഷോപ്പിലും ഓൺലൈനിലും നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് ആവശ്യമുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.